വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യേശു എവിടെയാണ്? 7 നിലവിളക്കല്ല, പൊൻനിലവിളക്കുകൾ. ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്സ് ആണ്, ബ്രാസ് അല്ല, ഇരുമ്പല്ല. അപ്പൊ യേശുവിന് അവിടെ സ്വർണത്തിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കാമല്ലോ. പിന്നെ ധരിച്ചിരിക്കുന്നത് എനിക്കൊരു കുഴപ്പമുള്ളത് ഇതാണ്, എൻ്റെ ക്ഷമിക്കണം, ഇപ്പം ഇവിടെ ആഭരണം മഹാപാപമാണ്, ശാപമാണ്, അത് പിശാചിൻ്റെ ഡാഷാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചാൽ സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് യേശുവിനെ കെട്ടിപ്പിടിക്കാൻ പോലും പറ്റില്ല. കാരണം മാറത്ത് പൊന്ന, കാരണം മാറത്ത് പൊന്ന, കാരണം മാറത്ത് പൊന്ന, മാറത്ത് പൊൻകച്ച അണിഞ്ഞാണ് യേശു കർത്താവ് നിൽക്കുന്നത്. യേശുവിനെ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഈ ഉപദേശം നമ്മളിങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ? സിസ്റ്റർ സമാധാനം പറയണം. അതെ, നമ്മള് ആ പാട്ട് തന്നെ എപ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിലെ ഇത് പാടാറുണ്ട് അല്ലെ? 7 വിളക്കിൻ നടുവിൽ ശോഭാപൂർണനായി മാറത്ത് പൊൻകച്ച അണിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ. അപ്പൊ നമ്മുടെ മനസ്സിൽ ആ ഒരു ഇമാജിനറി ആ ഒരു ഫിഗർ ഉണ്ട്. കഠിനമായി ഇങ്ങനെ ഉപദേശം പഠിപ്പിക്കുന്നവർ, എൻ്റെ ഒരു നിഗമനമാണ്, മിക്കവാറും അവർ സ്വർഗത്തിൽ ചെന്നാൽ യേശുവിനാദ്യം പുറത്താക്കും. സ്വർണ്ണിട്ടേക്കുമല്ലേ അവർക്ക്, അല്ലെങ്കിൽ സ്വർഗം അവർക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായി മാറും. ഇനി അടുത്ത് കേൾക്കണോ? കാലി ഔട്ടാൻ പറ്റില്ല, താഴത്ത് ടാറല്ല, അവിടെ ടൈലല്ല, സ്വർണ്ണത്തെരുവീതിയാണ്. എങ്ങനെ കാലി ഔട്ടും? സ്വർണ്ണത്തിൽ കാലി ഔട്ട പറന്നു കിടക്കാം. എൻ്റെ കർത്താവേ, ബോധം എല്ലാവർക്കും ഉണ്ടാകട്ടെ, എനിക്കും ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഉണ്ടാകട്ടെ, ക്ഷമാ സിസ്റ്റർക്കും ഉണ്ടാകട്ടെ. മണവാളനായ യേശുവിനായി ഒരുങ്ങി നിൽക്കുന്ന സഭയുടെ പ്രത്യാശയാണ് പുതിയ യെരുശലേം. രത്നങ്ങളും സ്വർണവും തിളങ്ങുന്ന ആ സ്വർഗീയ നഗരത്തിന്റെ കാഴ്ചയെ കേവലം ഭൗതികമായ ആഭരണപ്രേമത്തിനുള്ള ന്യായീകരണമായി കാണുന്നവർക്ക് ദൈവവചനം നൽകുന്ന ഒരു തിരുത്താണ് ഈ പഠനം. ഈ വീഡിയോ മുഴുവനായി കാണുവാൻ താഴെ കാണുന്ന ലിങ്കിൽ പോകുക. എല്ലാ വീഡിയോകളും കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക.